നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി, MD ആൻഡ് ചീഫ് ഫിസിഷ്യൻ, സാത്വിക ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, ശാസ്ത്രമംഗലം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡാൻഡ്രഫ് അഥവാ താരനെ കുറിച്ചിട്ടാണ്. താരൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വിവിധതരം താരൻ്റെ ടൈപ്സ്, അതായത് എന്തൊക്കെ സിംറ്റംസോടു കൂടിയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ലളിതമായ രീതിയിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ക്ലിനിക്കലി എങ്ങനെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് താരൻ എന്താണെന്ന് നോക്കാം. താരൻ എന്ന് പറയുമ്പോൾ പൊതുവേ ആൾക്കാർ പറയുന്നത് ഈ പൊടി പൊടി പോലെ ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫോർഹെഡിലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിംറ്റംസാണ് പൊതുവേ പലരും കാണിക്കുന്നത്. പക്ഷേ ഇത് കൂടാതെ തന്നെ മറ്റ് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ചെറിയൊരു യെല്ലോയിഷ് ടിഞ്ചോട് കൂടി ഫ്ലേക്സ് പോലെ കുറച്ച് കട്ടിയിൽ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് വരുന്നൊരു താരൻ ഉണ്ടാവും. ഇനി വേറെയും ഒരു ടൈപ്പ് ഉണ്ട്, അതായത് കുറച്ച് റെഡിഷ് ആയിരിക്കും, നല്ല ഇൻഫെക്ഷനോട് കൂടിയ താരനും കാണാറുണ്ട്. ഇതൊന്നും അല്ലാതെ മറ്റ് ഡിസീസിനോടനുബന്ധിച്ചുള്ള താരനും കാണാറുണ്ട്. പിന്നെ ഈ പിമ്പിൾസും ഇതിനോടൊരു അസോസിയേറ്റഡ് ആയിട്ട് പിമ്പിൾസും ചിലർക്കൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ വിവിധ തരം ലക്ഷണങ്ങളോടുകൂടിയാണ് ഈ താരൻ കാണുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ഡെഡ് സെൽസ് പൊഴിഞ്ഞു പോകാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും ഡെഡ് സെൽസ് പൊഴിഞ്ഞു പോകാറുണ്ട്. ഇതൊരു ക്രമാതീതമായി വളരെയധികം കൂടുതലായിട്ട് പൊഴിഞ്ഞു പോവുകയും ഇത് അക്യൂമുലേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഹെയർ ഫോളിക്സിൽ പോലെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നമ്മൾ ഡേർട്ട്, ഓയിൽ, അത് ഇങ്ങനെ ഓരോന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ചെറിയ ഫംഗൽ ഗ്രോത്തും കൂടെ വന്നിട്ടാണ് നമുക്ക് സാധാരണയായിട്ട് ഒരു ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്താ പറയുക, രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് പൊതുവേ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുകാർക്കും വരും, അല്ലാതെ തന്നെ ഇനി എന്താ പറയുക ഓയിലി സ്കിന്നുകാർക്കും ഇത് വരുന്നതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഓവർ എന്താ പറയുക ഉൽപ്പാദനം കൊണ്ട് സെബം പോലത്തെ ഒരു സാധനം, അതായത് നമ്മുടെ സാധാരണ നമുക്ക് സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ സെബം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കാൽപ്പിൽ ഓവറായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വളരെയധികം എണ്ണമയം ഉണ്ടാക്കുകയും ഇതിനകത്ത് പോയിട്ട് ഡേർട്സും ഫംഗസും വേറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഈ ഫംഗൽ ഗ്രോത്ത് കൂടുകയും എന്നിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ പോലെ നടന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഡാൻഡ്രഫായിട്ട് വരികയും ചെയ്യും. ഇത് കുറച്ചൊരു പരിധി കൂടിക്കഴിഞ്ഞാൽ, അതായത് വളരെയധികം സിവിയർ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോർഹെഡിൽ അല്ലെങ്കിൽ ഐബ്രോസിൽ, അല്ലെങ്കിൽ ചിലപ്പം ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മീശയിൽ, താടിയിൽ, അല്ലെങ്കിൽ ചെസ്റ്റിൽ, പുറത്ത്, ഇങ്ങനെ പല പല ഭാഗങ്ങൾ, ആംപിറ്റ്സിൽ, തൈസിൻ്റെ ഭാഗത്ത് വരെ വരുന്ന കട്ടിയിലുള്ള ഒരു സ്കിൻ കണ്ടീഷൻ പോലെ ആവുന്നൊരു സംഭവമുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ള സിംറ്റംസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിവിധ കാരണങ്ങളിലേക്ക് കിടക്കാം. കാരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കാരണം അറിഞ്ഞാൽ തന്നെ ആക്ച്വലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു കാരണം ഡ്രൈ സ്കിന്നാണ്, അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ചിലരുടെ സ്കിന്ന് നമ്മൾ സ്കിന്നിൽ തന്നെ കാണുമ്പോഴും കുറച്ച് ഡ്രൈ ആയിരിക്കും, ഇതുപോലെ തന്നെ സ്കാൽപ്പിലും വളരെയധികം ഡ്രൈ ആയിരിക്കും. ഇത് ഡ്രൈ സ്കാൽപ്പ് എന്നും പറയും. ഇവർക്കാണ് കൂടുതലായിട്ട് ചെറിയ ചെറിയ വെളുത്ത ചെറിയ ചെറിയ പൊടികളായിട്ട് വന്നിട്ട് ഇതിങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്നത് കാണുന്നത്. ഇത് നമ്മുടെ ആയുർവേദത്തിൽ കൂടുതൽ വാദത്തിൻ്റെ ഒരു പ്രഡോമിനൻസ് ആയിട്ടാണ് പറയുന്നത്. ആയുർവേദത്തിൽ ആക്ച്വലി ഈ ഡാൻഡ്രഫിനെ പറയുന്നത് ദാരുണകം എന്ന് പറയുന്ന ഒരു ക്ഷുദ്ര രോഗത്തിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ക്ഷുദ്ര രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മൈനർ ആയിട്ടുള്ള ഡിസീസ്. ഇതൊരു മേജർ ഫോം ഓഫ് ഡിസീസ് അല്ല, മൈനർ ഫോമാണ്. ഇത് ചികിത്സിക്കാൻ വളരെ എളുപ്പമുള്ളതായതുകൊണ്ടാണ് ഇതിനെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മളതിനെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലമായി പിന്നീട് മാറാവുന്നതാണ്. അപ്പോൾ ഈ ക്ഷുദ്ര രോഗത്തിൽ ദാരുണകം എന്ന് പറയുന്നതിൽ തന്നെ വാദത്തിൻ്റെ കൂടുതലായിട്ടൊരു വേരിയേഷൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഡ്രൈ ഡാൻഡ്രഫായിട്ട്, അല്ലെങ്കിൽ ഈ ഡ്രൈ സ്കാൽപ്പൊക്കെ വന്നിട്ട് ഈ പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്ന ടൈപ്പ് ഡാൻഡ്രഫ് നമുക്ക് വരുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഓയിൽ തേച്ചാൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വൺ കോസ്, അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ സ്കിൻ തന്നെയാണ്. ഇനി സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ, എക്സസീവ് ഓയിൽ സ്കിന്നായിട്ടുള്ള, അതായത് എക്സ്ട്രീം ഓയിലി സ്കിന്നായിട്ടുള്ളതാണ്. ഓവർ പ്രൊഡക്ഷൻ ഓഫ് സെബത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇത് വരുന്നത്. ഇത് കൂടുതൽ നമ്മളൊരു കവചമായിട്ടാണ് പറയുന്നത്. ഇതിന് കൂടുതൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നല്ല ആൻറ്റി ഹെർബൽ ഷാംപൂസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ലീവ്സ് ഉണ്ട്, ഈ എന്താ പറയുക, ഈ എണ്ണമയം കളഞ്ഞിട്ട് നല്ല രീതിയിൽ സ്കിന്നും സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് നോക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അങ്ങനത്തെയാണ് കൂടുതലും ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓവറായിട്ട് ഷാമ്പൂ ഉപയോഗിക്കുന്നതാണ്. അതായത് പല സാധനങ്ങളും, ഇപ്പോൾ
ഇപ്പം ഷാമ്പു മാത്രമല്ല ഒട്ടനവധി ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒത്തിരിയധികം ചെയ്യുന്നത് കൊണ്ട് സ്കാൽപ്പ് വളരെ ഡ്രൈ ആവുകയും എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫ്ലേക്സ് പോലെ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കാരണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഹൈജീൻ വളരെ കുറയുക. അതായത് ഇപ്പോൾ ചിലരുണ്ട് കുളിക്കുന്നത് തന്നെ വല്ലപ്പോഴാണ്, ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഇവർ കുളിക്കുകയുള്ളൂ. എന്നാൽ ഇവർക്കാണെങ്കിൽ വളരെയധികം ഓയിലി സ്കിന്നും സെബം പ്രൊഡക്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡേർട്ടും മറ്റ് സാധനങ്ങളും ഒക്കെ വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവിടെ ഫംഗൽ ഗ്രോത്തും ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഡാൻഡ്രഫ് ആയിട്ട് തന്നെ വരാൻ കാരണമാവും. അപ്പോൾ ഡെയിലി ഷാമ്പൂ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ മാക്സിമം ഒരു ത്രൈസോ ഒക്കെ തേച്ചാലും മതി. പക്ഷേ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് മുടി കഴുകേണ്ടത് ഒരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടും ഇനി കുളിച്ചാൽ തന്നെ പ്രോപ്പറായിട്ട് അത് ഉണക്കാതെയും അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്താ പറയുക എങ്ങനെ ടൈ ചെയ്തിട്ട് പോവുകയും പിന്നെ അവിടെ ഡേർട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ഹൈജീനിൻ്റെ പ്രോപ്പറായിട്ടുള്ള നോക്കാത്തത് കൊണ്ടും ആണ് അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ. പിന്നൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡാണ്. അതായത് ചിലർക്ക് ഗ്ലൂട്ടൻ അലർജി കാണും, അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് കാണും. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും താരൻ വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാരണം കൊണ്ട് താരൻ വരുന്നത്? അങ്ങനെ വരാം. കാരണം എന്ന് വെച്ചാൽ ഗട്ട് മൈക്രോബിയൻസ് ഉണ്ട്. അത് മാത്രമല്ല പലതരം പ്രോബ്ലംസ്, ലീക്കി ഗട്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പരിണാമമായിട്ട് സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ വരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡാൻഡ്രഫായിട്ട് വരാം, അല്ലെങ്കിൽ ഉള്ള ഡാൻഡ്രഫിനെ തന്നെ വളരെയധികം കൂട്ടാനും സഹായമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല പൊടിക്കൈകളും അല്ലെങ്കിൽ എണ്ണയോ ഷാമ്പുവോ ഒക്കെ തേച്ചാലും ചിലപ്പോൾ ഡാൻഡ്രഫ് മാറാതെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പർ ഡയറ്റ് പ്ലാൻ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇവരുടെ ഡാൻഡ്രഫ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആൻഡ് ഇൻസോംനിയാണ്. അതായത് ഇൻസോംനിയ എന്ന് പറയുമ്പോൾ ഉറക്കത്തിന് കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ബാഡ് സ്ലീപ്പ് പാറ്റേൺ. അതായത് നമുക്ക് കൃത്യമായൊരു ഉറക്കം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പലരും അത് നോക്കാതില്ല. അപ്പം സ്ട്രെസ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആണെങ്കിൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഉറക്കം പൊതുവെ കുറവായിരിക്കും അവർക്ക്. ഇനി ഉറങ്ങിയാൽ തന്നെയും ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും. ഇങ്ങനെയുള്ളവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ഡ്രൈയും വളരെയധികം സെൻസിറ്റീവും ആയിരിക്കും. അപ്പം നല്ല രീതിയിൽ ഉറങ്ങുക എന്ന് പറയുന്നതും ഇതിനൊരു മെഡിസിൻ തന്നെയാണ്. ഇനി അത് അവർക്ക് തനിയെ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിലാണെങ്കിൽ ശിരോധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രെസ് റിലീവ് ആവുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഉറക്കവും ഇതിനകത്ത് ഒരു മെഡിസിൻ ആയിട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിഷ്യൻസി ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും സ്റ്റിൽ ചില വൈറ്റമിൻസിൻ്റെ കുറവ് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം ട്രിഗറായിട്ട് കാണപ്പെടാം. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ബി കോംപ്ലക്സ്, സിങ്ക്, വൈറ്റമിൻ ഡി പോലുള്ളവ. പക്ഷേ ഇത് നമുക്ക് ഫുഡിലൂടെ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയാണ് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു കാരണമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സിലോട്ട് കിടക്കാം. അതായത് ഡാൻഡ്രഫിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ എല്ലാവരും എന്താ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സാധനങ്ങളും ഒരുപോലെ ഉപയോഗിക്കും. ഇവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് അല്ലാത്തത്. കാരണം എന്ന് വെച്ചാൽ ഡ്രൈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ വളരെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വരുന്ന ഡാൻഡ്രഫാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്ത ചെറിയ പൊടികൾ പോലെ പൊടിഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിന് സിമ്പിളായിട്ടൊരു വെളിച്ചെണ്ണ തേച്ചാൽ പോലും ഇത് മാറുന്നേ ഉള്ളൂ. വളരെ ബിഗിനിങ്ങിലാണെങ്കിൽ അത് ചെറിയൊരു ഡ്രൈ സ്കാൽപ്പ് സിംറ്റം മാത്രമായിരിക്കും. അപ്പം നമുക്ക് വെറുതെ വെളിച്ചെണ്ണ തേച്ചാൽ തന്നെ കുറയും. ഇനി വെളിച്ചെണ്ണ പോരെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മസ്റ്റർഡ് ഓയിൽ, അതായത് നമ്മുടെ കടുകെണ്ണ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേപ്പെണ്ണ പോലും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ തന്നെ ഇവരുടെ പ്രോബ്ലം മാറുന്നതാണ്. അത് വലിയൊരു കടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പോലുമില്ല. ഇനി നമുക്ക് ക്ലാസിക്കൽ ഓയിൽസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദുർദുരപത്രാധികേരം അല്ലെങ്കിൽ ദാരുണക തൈലം പോലത്തെ ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്ലിനിക്കലി ചെയ്യുവാണെന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആയുർവേദിക്കലി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശിരോധാരയായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്സും റിലീവ്ഡ് ആവും. കുറച്ച് എന്താ പറയുക ഓയിൽ കൊണ്ടുള്ള ധാര ആയതുകൊണ്ട് തന്നെ ഈ ഡ്രൈ സ്കാൽപ്പിന് വളരെ ബെനിഫിഷ്യലാണ്. ഡാൻഡ്രഫും വളരെ നല്ല രീതിയിൽ പോകും. ഇതിന് ശേഷം നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഹെർബൽ ഷാമ്പൂസും കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും, ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസർ അവിടെ നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓയിലി സ്കിൻ ആയിരിക്കും. ഈ ആൾക്കാർക്ക് നല്ല ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് വരുന്ന കട്ടി വരുന്ന ശരിക്കുള്ള ഡാൻഡ്രഫ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ചെറിയ മഞ്ഞയോട് കൂടിയ വളരെ കട്ടിയിലുള്ള ഫ്ലേക്സ് ഉള്ള ഡാൻഡ്രഫ്. ഇത് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നൊരു കേസ് തന്നെയാണ്. ഇവിടെ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നേരെ വേഴ്സ് ആവും കണ്ടീഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണ ഒട്ടും പാടില്ല. കാരണം സെബത്തിൻ്റെ ഓയിൽ അതിൽ തന്നെ ഉള്ള ഓയിലിൻ്റെ അംശം വളരെ കൂടുതലായതുകൊണ്ടാണ് അവർക്ക് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും അവർക്ക് ഓയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല ഹെർബൽ ഷാമ്പൂസ് ആണ് കൊടുക്കുന്നത്. മൈൽഡായിട്ടുള്ള ആൻറ്റി ഹെർബൽ ഷാമ്പൂസ് ഉണ്ട്. മെയിൻലി നമ്മൾ നീമിൻ്റെ ഇല, അതായത് വേപ്പലയോ ടീ ട്രീ ഓയിലോ ഒക്കെ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ ത്രിബലയൊക്കെ വെച്ചിട്ട് ക്ലിനിക്കലി തന്നെ ഷാമ്പൂ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് ചിലത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലാതെ
അല്ലാതെ നമ്മൾ മാർക്കറ്റിലും ഒരുപാട് ഷാംപൂസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും 2-3 ടൈംസ് ഇൻ എ വീക്ക് നമ്മൾ നന്നായിട്ട് ഹെഡ് വാഷ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷേ അത് നമ്മൾ കഴുകിക്കളയണം. പ്രോപ്പർ ഹെയർ ഹൈജീൻ ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓയിലി സ്കിന്നുകാർക്ക് തന്നെ ഫസ്റ്റിൽ ഇതൊരു ഡാൻഡ്രഫ് പോലെ ഇങ്ങനെ നിൽക്കുമെങ്കിലും ആ കൂടുതലും പ്രോബ്ലം വരുന്ന ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് ഉണ്ട്. കാരണം ഈ ഫംഗസ് നോർമലി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടെങ്കിലും അത്രയും പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇത് കുറേ ഡേർട്ടും ഈ പറഞ്ഞ പോലെ വിയർപ്പും അഴുക്കും എല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് പറ്റുന്നതാണ് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് ചുമന്ന് ചൊറിച്ചിലോടുകൂടി നല്ല ശക്തമായ രീതിയിൽ തന്നെ അത് വരും. ഇങ്ങനെയുള്ള കേസുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേപ്പില അരച്ചിട്ട് ഒരു ഹെയർ മാസ്ക് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 1/2 hour നന്നായിട്ട് സ്കാൽപ്പിൽ ഉരച്ച് വെച്ചിട്ട് പിന്നീട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇതല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത് വേപ്പില കഷായം വെക്കുന്നതാണ്. വേപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നാന്തരം ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ്. അത് ആൻറ്റി ഫംഗലും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് വേപ്പില കുറച്ചെടുത്ത് എന്താ പറയുക വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ അത് വെച്ച് നന്നായിട്ട് സ്കാൽപ്പ് റിൻസ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ തന്നെ ഇതിന് നല്ലൊരു പരിഹാരമുണ്ട്. പക്ഷേ ഒരു തവണ മാത്രം കഴുകിയിട്ട് നാളെ എൻ്റെ ഡാൻഡ്രഫ് പോണില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അത് ചിലപ്പോൾ 2-3 ടൈംസ് ഇൻ എ വീക്ക്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു 1 മന്തോളം ചെയ്താലാണ് ഇതിന് യൂസ് കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു 4th ടൈപ്പ് എന്ന് പറഞ്ഞത് മറ്റ് ഡിസീസുകൾ കാരണം ഉണ്ടാകുന്ന ഡാൻഡ്രഫാണ്. അതായത് ചിലപ്പോൾ ഈ സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്കാൽപ്പിൽ ഒരു സിംറ്റം കാണും. അത് ഈ ഡാൻഡ്രഫ് മാതിരിയായിരിക്കും. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, എനിക്ക് ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞിട്ട് ചികിത്സ തുടങ്ങും. പക്ഷേ ആക്ച്വലി അത് ഡാൻഡ്രഫ് ആയിരിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തോണം. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും ഇത് പോവാതെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർക്ക് തീർച്ചയായിട്ടും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടും ഇത് ഫലം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അണ്ടർലൈൻ വേറൊരു കോസ് കാണും. അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുക തന്നെ വേണം. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫംഗൽ ഗ്രോത്തിന് തന്നെ നമുക്ക് കഞ്ഞിവെള്ളവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. കാരണം ഇതും സ്കാൽപ്പിൻ്റെ pH റെഗുലേറ്റ് ചെയ്യും, മാത്രമല്ല ഫംഗസിനെ നശിപ്പിക്കാനും കഴിവുള്ളതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ഓയിലി സ്കിന്നോട് കൂടി നമുക്കിങ്ങനെ ഡാൻഡ്രഫായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉലുവ തലേ ദിവസം കുതിർത്തിട്ട് ഇത് അരച്ച് പാക്ക് പോലെ സ്കാൽപ്പിൽ പുരട്ടി ഒരു 1/2 hour വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് പതുക്കെ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്തത് കളയാം. അപ്പോൾ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്താൽ ചിലപ്പോൾ സ്ക്രാച്ച് വീഴും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ആവും. അപ്പോൾ ഈ ഓയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കും. മാത്രമല്ല ഈ ഡാൻഡ്രഫിൻ്റെ കൂടെ പലപ്പോഴും മുടി കൊഴിച്ചിലൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഡാൻഡ്രഫിൻ്റെ അസോസിയേറ്റ് ഇതും വരും. അപ്പോൾ മുടി ഗ്രോത്തിന് വേണ്ടിയിട്ടും ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളൊരു കെമിക്കൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും യൂസ്ഫുൾ നമ്മുടെ ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതുപോലെ തന്നെ നമുക്ക് തൈര് മിക്സ് ചെയ്തിട്ടും ഉലുവ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തൈരിനകത്ത് തന്നെ നമുക്ക് ത്രിഫല പൊടി ചേർത്തിട്ടും ഇതുപോലെ നമുക്ക് പാക്ക് ഉണ്ടാക്കി ഹെയറിൽ തേക്കുകയും ഇത് കഴുകിക്കളയുകയും ചെയ്യാം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് 2-3 ടൈംസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിൽ ഒരു 1 month വരെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് യാതൊരു എഫക്റ്റും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് ഉള്ളിൽ ഇൻറ്റേർണലി ഒരു പ്രോബ്ലം കാണും. അപ്പം നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലിനിക്കലി ആണെങ്കിൽ നമ്മൾ ശോധന അല്ലെങ്കിൽ ഇവിടെ എന്താണോ പ്രോപ്പറായിട്ടുള്ള കോസ് ചെക്ക് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. പിന്നെ എക്സ്റ്റേണലി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ധാര ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിരോധാര അതിനകത്ത് തന്നെ ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അത് ഡ്രൈ ടൈപ്പിന് വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ നമ്മൾ ഈ ഓയിലി ആയിട്ടുള്ളവർക്ക് ഒരിക്കലും ഈ ഓയിൽ ധാര ചെയ്യത്തില്ല. പകരം നമ്മൾ ചെയ്യുന്നത് തക്രധാരയാണ്. തക്രധാര എന്ന് വെച്ചാൽ മോര് ഉരുന്നാണ് ചെയ്യുന്നത്. അപ്പം മോര് മീൻസ് ബട്ടർ മിൽക്കാണ്. ഇത് തന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ത്രിഫല കഷവും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് വളരെയധികം മറ്റേ ഓയിലി ടൈപ്പിന് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല ഇവർക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചേരുന്ന രീതിയിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് താരനെ കുറിച്ചിട്ടുള്ള എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതി. അപ്പോൾ നമ്മളുടെ ഈ പൊടിക്കൈകളും മറ്റ് സാധനങ്ങളും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നന്ദി.